കോൺഗ്രസിന്റെ അമേഠി റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നലെ പ്രഖ്യാപിച്ച 4ാം പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിച്ചിട്ടു. ബിജെപിയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടായേക്കും. കേരളത്തിൽ ശേഷിക്കുന്ന 4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചേക്കും. ബിജെപിയുടെ ഉന്നതതല യോഗം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ, അതെല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പാരമ്പര്യമായി തന്നെ വളരെ വർഷങ്ങളായി അവർ കുടുംബത്തിന്റെ സീറ്റ് എന്ന തരത്തിലേക്ക് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന 2 മണ്ഡലങ്ങൾ. അതിൽ കഴിഞ്ഞ തവണ അത് കൈവിട്ടു പോയെങ്കിൽ പോലും റായ്ബറേലി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന വലിയ ചോദ്യം അവർക്ക് മുന്നിലുണ്ട്. വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടും ഈ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ആ ഒരു മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. നെഹ്റു കുടുംബം വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന മണ്ഡലങ്ങളാണ് റായ്ബറേലിയിലും അമേഠിയും. അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റാർ മണ്ഡലങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസ് സസ്പെൻസ് നിലനിർത്തുകയാണ്. ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കാരണം അമേഠിയിൽ മത്സരിക്കാതെ കേരളത്തിലേക്ക് മാത്രം, വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ അത് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പൊതുവെ ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ. അതോടൊപ്പം സോണിയാഗാന്ധി വിജയിച്ചിരുന്ന റായ്ബറേലിയിൽ ഇത്തവണ സോണിയാഗാന്ധി രാജ്യസഭയിലെത്തിയ ഒരു പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിയിലൂടെ മണ്ഡലം നിലനിർത്തണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ റായ്ബറേലിയും കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ ആശങ്കയുണ്ട്. കാരണം സോണിയാഗാന്ധി ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മണ്ഡലം കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് പ്രിയങ്കയിലൂടെ മണ്ഡലം നിലനിർത്തണം എന്ന് തന്നെയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലെയും മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡും ഇതിനോട് തന്നെയാണ് താല്പര്യം. അപ്പോഴും ഈ പ്രിയങ്കയും രാഹുലും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാകും ഇതിൽ ഏറ്റവും നിർണായകമാവുക. ഇതുവരെ ഈ ഒരു കാര്യത്തിൽ ഇരുവരും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അന്തിമ തീരുമാനം എടുത്താൽ ഒരു പക്ഷേ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതീക്ഷിക്കാം. എന്തായാലും അതിലൊരു സസ്പെൻസ് ഇപ്പോഴും കോൺഗ്രസ് നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. വൈകാതെ തന്നെ CEC ചേർന്നുകൊണ്ട് 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അടക്കും. അതിലൊരു പക്ഷേ ഉത്തർപ്രദേശ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണോ നിതിൻ, അതിൽ കേരളത്തെ സംബന്ധിച്ച് കാത്തിരിക്കുന്ന 4 മണ്ഡലങ്ങളുണ്ടല്ലോ, അതിലെ പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നാണോ? അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനം എപ്പോഴാകും? അനുജ, കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അന്തിമ തീരുമാനം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ആദ്യഘട്ട വോട്ടെടുപ്പ് ഇനി ഒരു മാസം കൊണ്ട് തന്നെ ആരംഭിക്കാനിരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലടക്കം പല സ്ഥാനാർത്ഥികളെയും ഇനി BJPക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്ന BJP തന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന മണ്ഡലങ്ങൾ അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളും അതോടൊപ്പം ബംഗാൾ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ അതിലൊരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും ചേർന്നുകൊണ്ട് ആരാകും സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഒരു അവസാനവട്ട ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തന്നെയാകും ഇന്ന് പുറത്തിറക്കാൻ സാധ്യതയുള്ളത്. അനുജ, BJPയിലും കോൺഗ്രസിലും ഏത് തരത്തിലേക്കാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നത് എന്നതിന്റെ വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്.